മീഡിയസ്, ഈ അടുത്തായിട്ട് ഞാനൊരു കാര്യം അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര അതിശയം തോന്നി, പിന്നെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷവും തോന്നി. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഈ കാര്യം അറിയത്തില്ലായിരിക്കും. ഈ പറഞ്ഞിട്ട് ഒന്നും നേടാം അങ്ങനെയല്ല, എന്നാലും അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ എന്താണ് ഞാൻ പറയാൻ വരുന്നതെന്നല്ലോ, ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സിനിമ എന്ന് പറയുന്ന ഒരു മായാ ലോകത്തെപ്പറ്റി എത്ര പേർക്കറിയാം? അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അതൊന്നും അത്രമാത്രം അറിയണമെന്നില്ല. ശരിക്കും അതൊരു മായാ ലോകമാണ്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് പോകാൻ തോന്നത്തില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും വളരെ റൂമർ നിറഞ്ഞതും എന്താ പറയുക നിഗൂഢതകളുള്ളതും എന്തായാലും എന്തൊക്കെയോ ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായ ലോകമാണ് ശരിക്കും ഈ സിനിമാ ലോകം എന്ന് പറയുന്നത്. കാര്യം അഭിനയം എന്ന് പറയുന്നത് വലിയൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒറ്റ മോഹം കൊണ്ട് നടന്നിട്ട് ഒത്തിരി ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ചാൻസ് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. ചിലപ്പോൾ അതിനുള്ള ഒരു ടൈം എനിക്ക് ആയിട്ടുണ്ടാവില്ല. ഒരാളിന് ടൈം ഇപ്പം നമ്മുടെ പ്രകാശ് വർമ്മ സാറ് കുറേ അഭിനയിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ 3 ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു സിനിമ ചെയ്തത് എപ്പോഴാണെന്ന് നിങ്ങൾ കണ്ടു. ചെയ്ത കഥാപാത്രം എത്രത്തോളം വലുതായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു. അതാണ് ഒരു സിനിമ, ഒരു അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ചാൻസ് കിട്ടി ആ ഒരു ലോകത്തേക്ക് വന്ന് അടച്ചുറപ്പുള്ള കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും നിസ്സാര കാര്യമല്ല മക്കളെ. കാര്യം അഭിനയിക്കുക എന്ന് പറയുന്നത് 4 ആളുടെ മുമ്പിൽ ഒരു കഥാപാത്രമായി മാറുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഒരു നോർമലി നമുക്ക്, കാരണം നമ്മൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുന്നു, 150, 200, 300 കൊടുത്ത് നമ്മൾ സിനിമ കാണുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറേ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി പോരുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ശരിക്കും അത് നെഞ്ചിലേറ്റുന്നു. അങ്ങനെ അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് ആ തിയേറ്ററിൽ നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ പബ്ലിക്കായിട്ട്, അതായത് ഏറെ ഒരു 50,000 കണ്ണുകൾ ഒരുമിച്ച് നമ്മളെ കാണുന്ന ഒരു സംഭവമാണ് ശരിക്കും ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും അഭിനയം നമ്മൾ അവിടെ കാഴ്ചവെക്കണം. അതായത് നമ്മുടെ സാധാരണ രീതിയല്ല, നമ്മളൊരു ഏതോ ഒരു കഥാപാത്രത്തിൽ തരുന്നു, ആ ഒരു കഥാപാത്രമായി മാറുന്നു. അപ്പോൾ അങ്ങനെ മാറാൻ കഴിയുക എന്ന് പറയുന്നത്, അത് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. അത്ര ഈസി അല്ല, നല്ല പാടാണ് ശരിക്കും. അത് പലർക്കും അറിയില്ല എന്നുള്ളത്. കാരണം അഭിനയിച്ച് കാശുണ്ടാക്കണം എത്ര എളുപ്പമല്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ഏറെ പേർക്കും അറിയാവുന്ന, ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുവാണ്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു സൈനികരുടെ പാർപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ ഇടയായി. അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന് കൂടെ ഭടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി സൈനികരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അദ്ദേഹത്തിനോട് സംസാരിക്കാനോ മറ്റൊന്നിനും ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഒരു യുവാവ് പൊടുന്നനെ ചാടി വീണു. പെട്ടെന്ന് തന്നെ ആ യുവാവ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഭടന്മാർ തടഞ്ഞു എങ്കിലും നെഹ്റുജിയുടെ അനുവാദത്തോടു കൂടി കാര്യം അദ്ദേഹം കേട്ടിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവാവ് പറഞ്ഞു, അപകടത്തിൽ എൻ്റെ 2 കാലുകളും മുറിച്ച് മാറ്റപ്പെടണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എൻ്റെയോ എൻ്റെ വീട്ടുകാരുടെയോ അനുമതി ഇതിൽ ലഭിച്ചിട്ടില്ല. ദയവ് ചെയ്ത് അത് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നെഹ്റുജി അതെല്ലാം ക്ഷമയോടെ കേട്ടിട്ട് തിരികെ വന്ന ശേഷം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് ഇതുപോലെ അപകടം സംഭവിക്കുന്ന സൈനികരെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അത് അവരുടെയോ അവരുടെ വീട്ടുകാരുടെയോ അനുമതിയോട് കൂടി മാത്രം ആകണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ യുവാവ് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. കാലിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഭാഗ്യം കൊണ്ട് കാല് മുറിച്ച് മാറ്റേണ്ടി വന്നില്ല. മുറിച്ച് മാറ്റപ്പെടും എന്ന് പറഞ്ഞ് 2 കാലുകളും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം നടന്ന് നീങ്ങിയത് ശരിക്കും നാടക ലോകത്തേക്കായിരുന്നു. നാടകത്തിൽ അദ്ദേഹത്തിന് പറ്റാവുന്ന അടച്ചുറപ്പുള്ള ധാരാളം കഥാപാത്രങ്ങൾ ചെയ്തതിന് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് ഇറങ്ങി. അപ്പോൾ സിനിമയിലും അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെല്ലാം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെ സമ്മാനിച്ച നമ്മുടെ അഭിനയ കുലപതി
തിലകൻ ചേട്ടൻ. അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള കാര്യം അറിയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, എന്തായാലും എനിക്കറിയില്ലായിരുന്നു. കാര്യം സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്ന, കഥാപാത്രങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന എനിക്ക് ഈ കാര്യം എന്തായാലും അറിയില്ലായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത് കാരണമാണ്. അപ്പോൾ എന്താണെങ്കിലും തിലകൻ ചേട്ടൻ എന്ന് പറയുന്ന തിലകൻ ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും, അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ച് ദുശാഠ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ, അപ്പം ആ ഒരു പട്ടാളത്തിൻ്റെ ആയിരുന്നതിൻ്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവാം. അതുകൊണ്ട് സിനിമാ ലോകത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും ധാരാളം ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും തിലകൻ ചേട്ടൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിലകൻ ചേട്ടൻ അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ തിലകൻ എന്നൊരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. തിലകൻ എന്ന ആളില്ല, ശരിക്കും ഉണ്ടായത് ആ കഥാപാത്രങ്ങൾ മാത്രമാണ്. ഇന്നും നമ്മൾ മറക്കാതെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന, ജീവിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ശരിക്കും തിലകൻ ചേട്ടൻ മൺമറഞ്ഞു പോയി എങ്കിലും ഈ കഥാപാത്രം മരിക്കാതെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ചാക്കോ മാഷി, കടുവാ ചാക്കോ, ആരും മറക്കില്ല അല്ലേ, ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതുപോലെ ഇന്ത്യൻ റുപ്പി ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന് അറിയത്തില്ല തിലകൻ ചേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ എത്ര തിലകൻ ചേട്ടൻ ഇല്ലാത്ത മലയാള സിനിമ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഒരു രക്ഷയില്ല. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ഈ കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ചെയ്തത്. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്തായാലും എനിക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ, എനിക്ക് ഒരു കഥാപാത്രത്തെ ജീവിപ്പിക്കാൻ പറ്റിയാൽ ഭാഗ്യം, എന്നിട്ട് ഞാനും മൺമറഞ്ഞു പോകാം എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആർക്കെങ്കിലും സിനിമയിൽ എന്നെപ്പോലെ ഒരാളിന് ആവശ്യമുണ്ടെങ്കിൽ പറയണം. അഭിനയിച്ച് അരങ്ങ് തകർക്കാൻ ഞാൻ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.